മതമൗലികവാദികളുടെ ഭീഷണിയെ തുടർന്ന് മലപ്പുറത്ത് ഇന്ന് നടത്തേണ്ടിയിരുന്ന കോയ കോളിംഗ് പരിപാടിയുടെ വാർഷികം മാറ്റിവെച്ചു. എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ പങ്കെടുക്കുമെന്ന് അറിയിച്ചതോടെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക ഭീഷണി ഉണ്ടായിരുന്നു. വിശ്വാസികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുന്നതാണ് കോയ കോളിംഗ് പരിപാടി. തിരൂർ CV ഓഡിറ്റോറിയത്തിൽ നടക്കേണ്ടിയിരുന്ന പരിപാടിയാണ് മാറ്റിയത്. വിവരം നൽകാൻ ശിവദാസ് ചേരുന്നുണ്ട്. ശിവദാസെ, ഈ ഡോക്ടർ ആരിഫ് നമ്മുടെ ജനം TVയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡിബേറ്റുകളിൽ നിരന്തരം എല്ലാ ദിവസവും എത്തി അദ്ദേഹത്തിന്റെ കൃത്യമായ നിലപാടുകൾ, ശക്തമായ നിലപാടുകൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ ഇന്നോവേറ്റീവായിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അതിന് ഈ മതമൗലികവാദികളുടെ ഭീഷണി, ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ പരിപാടി മാറ്റിവെച്ചത്? ഈ ഭീഷണി സന്ദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ ഇവിടുത്തെ പോലീസുകാർ തുനിഞ്ഞിറങ്ങിയോ ശിവദാസെ? അതുതന്നെയാണ് അശ്വതി രാഖി പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, പോലീസിന് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായി സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു. പക്ഷേ പോലീസ് ഇവിടെ അതിന് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. കാരണം ഇവിടെ ഈ പരിപാടി മാറ്റിവെക്കണം എന്നാണ് പോലീസ് പറഞ്ഞത്. കാരണം പല രീതിയിലുമുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിലടക്കം ആരിഫ് ഹുസൈൻ അടക്കം ഭീഷണി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി മാറ്റിവെക്കണം എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉള്ള നിലപാട്. മാത്രമല്ല, ഈ തിരൂരിലെ CV ഓഡിറ്റോറിയത്തിലായിരുന്നു ഈ പരിപാടി സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്നത്. ഇന്ന് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു ഈ പരിപാടി. ഈ ഓഡിറ്റോറിയം ഉടമയ്ക്കും ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോലീസിന് സംഘാടകർ കത്ത് നൽകിയിരുന്നത്. NRC എന്ന സംഘടനയാണ്, അതായത് നോൺ റിലീജിയസ് സിറ്റിസൺസ് എന്ന സംഘടനയാണ് ഈ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇവർ ഒരു പോലീസിന് കത്ത് നൽകിയ, പക്ഷേ പോലീസാണ് പറഞ്ഞത് ഈ പരിപാടി മാറ്റിവെക്കണം എന്നുള്ളത്. കാരണം അത്തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ പോലീസ് കൃത്യമായി അതിന് സുരക്ഷ ഒരുക്കേണ്ടവരാണ്. പക്ഷേ പോലീസ് അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ആ പരിപാടി മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ ഭാഗത്തു നിന്നും ഉള്ള നിലപാട് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി മാറ്റിവെച്ചത്. ഓഡിറ്റോറിയം ഉടമയ്ക്ക് ഭീഷണി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്ന നമുക്കറിയാം, അദ്ദേഹം ജനം TVയിൽ അടക്കം നിരവധി തവണ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഉണ്ടായിരുന്നത്. തിരൂരിൽ ആൺകുട്ടികളില്ലേ, ആരിഫ് ഹുസൈൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കാല് തല്ലിയൊടിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വേണം ഇങ്ങോട്ട് വരാൻ, വന്നു കഴിഞ്ഞാൽ കല്ലെറിയും, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെയുള്ള വാക്യങ്ങൾ ഈ ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഭീഷണിയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതായത് ഈ ഒരു കാര്യം സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടപ്പോൾ, ഈ പരിപാടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചപ്പോൾ ആണ് അതിൻ്റെ താഴെ ഇത്തരത്തിലുള്ള കമാൻഡുകൾ ഉള്ളത്. വ്യാപകമായി തന്നെ അത്തരത്തിലുള്ള കമാൻഡുകൾ ഉണ്ട്. തിരൂരിൽ നിന്നുള്ള വ്യക്തികളും ജില്ലയിൽ നിന്നുള്ള വ്യക്തികളും ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആളുകൾ അടക്കം ഇത്തരത്തിലുള്ള കമൻറ്റുകൾ അതിൽ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് സുരക്ഷ ഒരുക്കണം എന്നുള്ള കാര്യം പറഞ്ഞത്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായ നടപടികളോ അല്ലെങ്കിൽ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ പരിപാടി മാറ്റിവെക്കേണ്ടി വന്നത്. ഇത് പിന്നീട് നടത്തും എന്നാണ് നിലവിൽ ഇപ്പോൾ സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ജൂലൈ അവസാന വാരത്തിൽ ഇത് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വേദി പിന്നീട് അറിയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിഹാദികളുടെ മുൻപിൽ മുട്ടുമടക്കില്ലെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ആരിഫ് ഹുസൈൻ തൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കാര്യങ്ങളിൽ പറയുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കും. ഏകദേശം കഴിഞ്ഞ ഒരു വർഷത്തോളമായി കോയ കോളിംഗ് എന്ന പരിപാടി സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വാർഷിക ആഘോഷ പരിപാടിയായിരുന്നു തിരൂരിൽ സംഘടിപ്പിക്കേണ്ടിയിരുന്നത്. അതായത് ശിവദാസ്, ഇതിപ്പോ പരിപാടിയേക്കാൾ ഉപരി ആരിഫ് ഹുസൈന്റെ സാന്നിധ്യമാണോ ഇവരെ വിരളി പിടിപ്പിക്കുന്നത്? കാരണം ആരിഫ് ഹുസൈനെതിരെയായിരുന്നു പ്രധാനമായും ഈ കൊലവിളിയൊക്കെ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആരിഫ് ഹുസൈനെതിരെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലവിളിയൊക്കെ ഉണ്ടായിരിക്കുന്നത്. ആരിഫ് ഹുസൈൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാല് തല്ലി ഒടിക്കും, അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു. കല്ലെറിയും, ഹെൽമെറ്റ് വെച്ച് വേണം ഇങ്ങോട്ട് വരാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യത്യസ്തരായ ആളുകളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. AP അഹമ്മദ് അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. കാപ്പാട് അബ്ദുൽ അലി മാസ്റ്റർ, ജാഫർ ചളിക്കോട്, നൂർ അബ്ദുൽ, സാദിഖത്തെ ടീച്ചർ, ഷാജിദ
അനിത അസീസ്, പ്രസാദ് വേങ്ങര, ഹരീഷ് തങ്കം തുടങ്ങിയ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ പരിപാടികൾ രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. അങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഒരു നോൺ റിലീജിയസ് കൂട്ടായ്മയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മതമൗലികവാദികളായ ആളുകളുടെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള വലിയൊരു എതിർപ്പുണ്ടായത്. മലപ്പുറത്ത് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നു തന്നെയാണ് ഈ ഒരു ഭീഷണിയിൽ കൃത്യമായി തന്നെ പറയുന്നത്. പോലീസും അതിനനുസരിച്ച് താളം തുള്ളുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അത് ഒരു പൊതു സമാധാനത്തെ തകർക്കും എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും പറഞ്ഞത്. അങ്ങനെ പോലീസ് സുരക്ഷ ഒരുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഈ പരിപാടി മാറ്റിവെക്കേണ്ടി വന്നത്. അത് തന്നെയാണ് എന്തായാലും മലപ്പുറത്ത് കൊലവിളിയുമായി ജിഹാദികളുടെ അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം. ഡോക്ടർ ആരിഫ് ഹുസൈൻ അദ്ദേഹം കൃത്യമായ നിലപാടുകൾ എവിടെയും വെട്ടിത്തുറന്ന് പറയാൻ ചങ്കുറ്റമുള്ള ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് തന്നെയാണ്. അപ്പം അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള കൊലവിളികൾ, കൈയും കാലും വെട്ടും, ഹെൽമറ്റ് വെച്ച് ധരിക്കണം, ഈ കേരളം ആരുടെയും കുത്തകയൊന്നുമല്ല. ഇവിടെ എല്ലാവർക്കും ഒരുപോലെ പരിപാടികൾ സംഘടിപ്പിക്കാനും സംസാരിക്കാനും നിലപാടുകൾ തുറന്നു പറയാനുമുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്. അതാണ് നമ്മുടെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്.